വെൽക്കം ടു മൈ ചാനൽ. ഞാൻ വന്നിരിക്കുന്ന വീണ്ടും ലെവൽ ഡെവലിന്റെ പാർട്ട് 2 ആയിട്ടാണ് ഗൈസ്. എന്താ അല്ലേ, ഓക്കെ വലിച്ചു നീട്ടല്ല. അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് കളിക്കാൻ. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 ഞാൻ ഇട്ടായിരുന്നു ആദ്യം. ഏറ്റവും ഇത് പാർട്ട് 3 ആണ് ഒറിജിനലായിട്ട് ആവേണ്ട. ആദ്യത്തെ 1 എന്റെ കയ്യിൽ ഡിലീറ്റ് ആയി പോയിരിക്കുന്നു. അങ്ങനെ ഇപ്രാവശ്യം ഇപ്പൊ പാർട്ട് 2 നമ്മൾ ഇത്രേ ലെവല് കളിച്ചേനി. അടുത്ത ഇവിടം തൊട്ടാണ് കളി തുടങ്ങാൻ പോകാം. അപ്പം സ്റ്റാർട്ട് ചെയ്താല ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ എല്ലാവരും ഒരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം ഗൈസ്. ഈ ലെവലേഴ്സ് ഞാൻ നിർത്തിപ്പോയ ഗൈസ്. ഭയങ്കര പാടുള്ള ലെവലായിരുന്നു ഗൈസ്. കളിക്കാം. യോ എന്താ പറയുക, ഭയങ്കര സ്പീഡ്. ഇത് നെറ്റ്വർക്കിന്റെ പ്രോബ്ലമാണ്. ഗൈസ് എൻ്റെ നെറ്റ്വർക്ക് ഒന്നും എനിക്ക് സ്ലോക്കാണ്. ഗൈസ് നെറ്റ്വർക്കാണ് ഗൈസ്. മോയെ ജസ്റ്റ് മിസ്. നീ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ സമയത്ത് എങ്ങനെയാ വരാൻ പറ്റൂല. മോയെ ഗൈസ് സൂക്ഷിക്കണം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്ത് മിണ്ടാതിരിക്കണേന്ന്. ഇതിൻ്റെ ഇതിൽ മുഴുകിപ്പോയി എന്നും പറയപ്പെടും. ഭയങ്കര പാട് ഗൈസ്. നശിപ്പിച്ച് ഗൈസ്. നശിപ്പിച്ച് എല്ലാം കൊണ്ടും നശിപ്പിച്ച് ഗൈസ്. ഓവർ ആവലെന്ന് പറഞ്ഞുള്ളൂ. ഭയങ്കര പാട് ഗൈസ്. സ്വിച്ചും വർക്കാണല്ലേ അതിൻ്റെ ഇടയിൽ കൂടെ. എന്തിൻ്റെയൊക്കെ സ്വിച്ച് നക്കി പോണ്. ഒറ്റ സ്പീഡിൽ പോകാൻ പറ്റും നോക്കിയാലേ. എക്സ്പേർട്ട് കൂടി പോയാണ് ഗൈസ്. PC-യിലും കൂടെ വയ്ക്കുന്നോണ്ട് സ്വിച്ചൊന്നും നേരെ ഒന്നും വർക്കാണല്ലേ. അതിങ്ങനെ താഴെ എത്തിയായിരുന്നു ഗൈസ്. താഴെ എത്തിയ പാവും ഗൈസ്. എനിക്ക് ഈ ലെവല് സ്കിപ്പ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ 2-3 തവണ കൂടെ കളിച്ചു നോക്കാം. പറ്റൂല എന്നുണ്ടെങ്കിൽ നമുക്ക് ലെവല് സ്കിപ്പ് ചെയ്യാം ഗൈസ്. ഈ ഗെയിം ഉണ്ടാക്കിയെടുക്കാൻ ഈ ലെവലൊന്ന് കളിക്കാൻ പറയാം. അപ്പൊ അവരിന്ന് ഡിസ്കോഡ്സ് കളിക്കുന്നതാണ്. ചില പ്രോയൊക്കെ ഉണ്ട്, അവരൊക്കെ ഇത് കംപ്ലീറ്റ് ആക്കും. അത് വേറെ കാര്യം. എന്നാൽ ഇത്രയും ടഫ് എന്തിരി. അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും. PC-യിലും കൂടെ കളിക്കുന്നുണ്ടേ സ്വിച്ച് നേരെ വർക്കാവൂല. അതിങ്ങനെയാ എനിക്ക് ഡൗട്ടാണ്. എന്തിനാ ഈ ഗെയിം. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ഗെയിം കളിച്ചത് നിർത്താൻ പോകും. ഞാൻ ചാടി തിരിച്ചു വരാം. എന്തെങ്കിലും ടെക്നിക്ക് കാണും ഗൈസ്. എന്റെ ചെല്ലും പോയേ. അയ്യോ ഞാൻ മോന്തൊക്കെ ഇടിച്ചു കൊടുത്തു ഗൈസ്. എന്തെങ്കിലും കളി കാണും. എനിക്ക് ദേഷ്യം വന്നു ഗൈസ്. PC-യും കൂടെ ആയിരുന്നു. മൊബൈലിലേക്ക് ആയിരുന്നു പിന്നെങ്കിൽ പറയാം കളി കുഴപ്പമില്ല. മൊബൈലിലായിരുന്നു ഞാൻ എപ്പോഴും ഈ ലെവല് ജയിപ്പിച്ചേനെ. എനിക്ക് ഒട്ടും വയ്യ ഗൈസ്. ഞാൻ ഈ ലെവൽ സ്കിപ്പ് ചെയ്യണേ ഗൈസ്. ഒന്നും തോന്നല്ലേ ഗൈസ്. സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അവിടെ നോക്കാം ഒന്നും ആണെങ്കില.
ഇപ്പോഴാണ് വിചാരിച്ചത്. അപ്പോഴേ അടുത്ത് നമ്മള് ജില്ലയിൽ ജയിക്കാൻ പറ്റില്ല. എന്തെങ്കിലും കാണാതെ ഇരിക്കൂലല്ലോ. ചടിച്ചാടി പോ. ഓ അങ്ങ് അതിന് മുമ്പേ എത്തണം ഗൈസ്. ഇവിടെ ഇത് മത്തന്നെ മുമ്പേ എത്തണം ഗൈസ്. ഓ അല്ലെങ്കിൽ അതിന്റെ അകത്ത് കയറി പോയ പണിപ്പാളും മുട്ടം പണിപ്പാളും ഗൈസ്. ഇവിടെ ഒരു എന്ത് വിധിയാണ് ഗൈസ്. എനിക്ക് ചാച്ചാടി പോ ഗൈസ്. പെട്ടെന്ന് ഞാൻ അറിയാതെ മുമ്പേ അവിടെ അടുത്തിട്ടോ പോലി. ഓ സ്വിച്ച് മനസ്സിലാവില്ല. എന്താണ് ഫൗളാണേ. സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പോവാണ് ഞാൻ. മോയി ഗൈസ്. ഓ ഗ്ലിച്ചാണ് ഗൈസ്, ഗ്ലിച്ചാണ്. ത്തേക്കിനെ വിട്ടന്നിരിക്കുന്നു. ഇപ്പൊ 2 റൗണ്ടും കൂടെ ഉള്ള ആ ഗെയിമും കൂടെ കഴിഞ്ഞാൽ ഈ ലെവല് കംപ്ലീറ്റ് ആവുന്നതാണ് ഗായ്സ്. ഓ തല ചാടി മുട്ടി പോവാ ഗായ്സ്. അതൊക്കെ പോയാ മതി ഗായ്സ്. ഞാൻ സ്പീഡ് അങ്ങ് അത്തി കാണും. ഇത് ചുമ്മയാണ് ഗൈസ്. അടുത്ത് തന്നെ ഉണ്ടോ? മോയെ ഫോനെ നമ്മളെല്ലാം പോകണ്ട. ഈ സാധനം നമ്മൾ അടുത്തോട്ട് വരും. കളി മനസ്സിലായി. എന്തിരല്ലേ ഈ ലെവല് കഴിഞ്ഞ്. ഇത് ഏത് ലെവല്? ഇത് അടുത്ത ഈ ലെവല് സേവാ. ഇപ്പൊ 1 2 3 4 5 ഈ ലെവലും കൂടെ കഴിഞ്ഞാൽ മോൺസ്റ്റർ ആവുന്നില്ലേ ഗായ്സ്. അടുത്ത ലെവല് എന്റെ കുഞ്ഞേ. ഈ ലെവലും കൂടെ കഴിഞ്ഞാൽ എന്റെ പൊന്നേ എന്തൊരു പാട് ലെവലൊക്കെ. ഇതെങ്കിൽ ഗെയിം കളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ലെവലിലോട്ട് ചാടാം ഗൈസ്. ഇതെന്തൊരു സുന എന്ത് ഗൈസ് ഇങ്ങനെ കാണിക്കുന്ന. പോടാ നിന്നെ കാറ്റി വലുത് നമ്മള് കണ്ടിട്ടുള്ളേണ്. പോ കണ്ട ഗൈസ്. അത്ര ബാക്കിലോട്ട് പോണമായിരുന്നു. പരട്ട്. അത് കുറച്ച് ദൂരെ പോവുള്ളൂ ഗൈസ്. ഭയങ്കര പാട് ഗൈസ്. അതിന്റെ വായിൻ്റകത്തോട്ട് നിന്ന് ചാടിക്കയറി കൊടുത്ത് അവിടെ മരെല്ലാം നമുക്ക് അത് ഇവിടെ വന്ന് നിൽക്കണം. അത്രയോ ഉള്ളായിരുന്നു ആ കളി. ഇതെന്ത് മോയെ പിന്നെ അങ്ങനെ പോവാൻ ഇങ്ങനെ പൊട്ടിയുള്ള ഗൈസ്. നമ്മൾ പറ്റിക്കാൻ വേണ്ടി കാണിച്ചു വേണ്ട. ഒറിജിനലായിട്ട് ഇങ്ങനെയാണ് പോവേണ്ട. എന്നിട്ട് അടുത്ത തട്ടിയ
കണ്ടിട്ട് എനിക്ക് എന്തിനാ പോലെ തോന്നണം. ഈ ഗെയിം കണ്ടിട്ട് എനിക്ക് തോന്നണം. വല്ല മനസ്സിലായ? ഞാൻ താഴോട്ട് ചാടിക്കൊണ്ടിരിക്കണം. എല്ലാം മനസ്സിലായെങ്കിൽ പറഞ്ഞ ഗൈസ്. കളി മനസ്സിലായി. ഒരു സമയം വെച്ചാണ് ഇത് പോണം മുന്നോട്ട്. കണ്ട സമയം വെച്ചാണ് മുന്നോട്ട് പോണ. ഞാൻ വിചാരിച്ചു അടുത്ത് ചെല്ലുമ്പോ മുന്നോട്ട് പോകുമെന്ന്. അമ്മോയെ പുള്ളല്ല, ബുദ്ധി പുള്ളല്ല. ഞാൻ വിചാരിച്ചെന്തിരുന്നാ ഈ സാധനം ഇപ്പൊ മണ്ടയിലോട്ട് ഇവിടൊന്നും പോയില്ല. അപ്പൊ ഇത് ഇവിടെ കാര്യം. അങ്ങനെ ഓടിക്കൂടാ. ഞാൻ വീണ്ടും കുത്തിക്കണം. ഞാൻ കഴപ്പല്ലാതെ നോക്കൂല. ഭയങ്കര കൊള്ളാല്ല, ലെവലുള്ള. ആരാ എന്റെ കമന്റ് ബോക്സിൽ പറഞ്ഞു 3 ലെവലുണ്ടെന്ന്. ഞാൻ ഇപ്പഴാണ് ശ്രദ്ധിക്കുന്നത് ഗൈസ്. സത്യമായിട്ട് തന്നെ ഞാൻ വിചാരിച്ച ഈ ലെവലല്ലേ, പിന്നെ ഇത് രണ്ടാമത്തെ ഗെയിം വരുമെന്ന് ഞാൻ വിചാരിച്ച. പക്ഷെ കളി മനസ്സിലാവണ്ടേ, കളി മനസ്സിലായല്ലേ. മോയെ ഗൈസ്, ഞാൻ ഇവിടെ പറയാനില്ല ഗൈസ്. എന്തൊരവസ്ഥയെന്ന് പറ, എന്തൊരവസ്ഥ. എന്റെ 2 കൈ ഉപയോഗിക്കാം. എന്തൊരവസ്ഥ. ഗൈസ് ചാടി 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 ചാടി. ഗൈസ് ജയിത്ര എത്ര ഉണ്ടോ കളി. ഈ സുൽത്താൻ്റെ അടുത്താണല്ലേ കളി. കണ്ടു എന്തിനാരും മോയെ ഗായ്സ്. അതിന് വണ്ടേ കയറിയാൽ നമുക്കൊന്നും പറ്റൂല. ഞാൻ എന്ത് കാണിക്കണ? ഫസ്റ്റ് ഇവിടെ ഒന്ന് നിക്കണം, എന്നിട്ട് ഇങ്ങനെ കേറണം. ഇപ്പൊ ഇങ്ങനെ ഇരിക്കണം. കൊള്ളല്ല, റൗണ്ടുള്ളല്ല. മനസ്സിലായ? ആളെ കളിയാക്കാനുള്ള കളിയായിരുന്നല്ലേ. കളിമൺ താഴെ കൂടെ വേറെന്ന് പറഞ്ഞു. അമ്മ കളി എന്തിരി കളി ഗൈസ്. ഇത്രേ ഉള്ളൂ. ഇനിയിപ്പം 1, 2, 3 അടുത്ത റൗണ്ട് നമുക്ക് അടുത്ത പാർട്ടിയിൽ ഇടാം അല്ലേ. അടുത്ത റൗണ്ട് നോക്കാം. എന്തിനൊക്കെ ആവട്ടെ. മനസ്സിലായി ഞാൻ പറഞ്ഞത് ഗായ്സ്. ഞാൻ കളിച്ചില്ല. നിങ്ങൾക്ക് ഇത് കളിച്ച ഗെയിം ആയിരിക്കുമെന്ന് കാര്യം പറയട്ടാ. ഇതെന്തിരി അങ്ങോട്ടും ഇങ്ങോട്ട് പോയാല് സ്വിച്ച് ഒന്നും വർക്കാണില്ലേ.
ഇതെന്തിരി കാണിക്കണ്ട, എന്തിരി കാണിക്കണ്ട. മനുഷ്യനെ കളിയാക്കാൻ വേണ്ടിയുള്ള ഗെയിം തന്നെ. ഗെയിമിന് തന്നെ ഗ്ലിച്ചാണെന്ന് തോന്നുന്നു ഗൈസ്. തിരിച്ചു പോയില്ല നേരത്തെ അതിൽ കുത്തിയിട്ടു. അത് ഈ തൊടാൻ പറ്റൂല. അപ്പൊ നമ്മള് തിരിഞ്ഞു പോണം. ഗെയിം പോരാ, എന്നാലും ഭയങ്കര ടഫ് എന്ന് പറഞ്ഞാൽ മൂട്ടാൻ കാട്ട ടഫ് ഗൈസ്. കംപ്ലീറ്റഡ്. ഇത് ഗൈസ് ചാടിക്കൊണ്ട് പോകാനുള്ള ഗെയിമാണ് ഗൈസ്. ഓവറായത് മണ്ടയിലും പോകാൻ പാടില്ല, ഓവറായത് താഴോട്ടും പോകാൻ പാടില്ല ഗൈസ്. ഞാൻ കുത്തി തന്നെ ഇറങ്ങി പോകാം ഗൈസ്. എന്തിരി കളി. ആദ്യം അത് ചെറുതാവും, ഈ പ്ലാറ്റ്ഫോം അത് തന്നെ, അത് ചെറുതാവും. അടുത്ത ഇന്നിപ്പോ ഈ മുള്ള ചെറുതാവും. എന്തിരി മുള്ള് കൊള്ളമ്പഴ അങ്ങ് ചാവണം മുള്ളു. ഇപ്പൊ എന്തിരി ബലൂണാണ്. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു. ബലൂണിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പോ മൗസ് വെച്ച് കളിക്കാം ഗൈസ്. ഫസ്റ്റ് ഇതില് മൗസ് വെച്ച് കളിക്കാൻ പറ്റൂല ഗൈസ്. എന്തിനാ ഗൈസ് മൗസ് വെച്ച് കളിക്കാൻ പറ്റില്ല. മൊബൈലിലും കളിക്കുന്നെങ്കിൽ പെട്ടാനോ, മൗസ് വെച്ച് കളിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഗൈസ് എനിക്ക് കിളി പാറാണ് ഗൈസ്. എനിക്ക് ദേഷ്യം മരണുണ്ട്. ഗൈസ് നീ ദേഷ്യം വന്ന് കേറുന്ന. എനിക്ക് സ്കിപ്പ് അടിക്കാൻ, സ്കിപ്പ് വെക്കാമോ? പക്ഷെ നെറ്റ് വേണം കാണാൻ. നെറ്റ് ഓഫ് ആക്കി തന്നെ കളിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ആടും ഗ്ലിച്ചാണ്. എനിക്ക് ഒട്ടും വയ്യ എന്ന് പറഞ്ഞാൽ ഒട്ടും വയ്യേ. പാട്ടിന്റെ എഫക്റ്റ് ഒക്കെ ഇടണെന്തിന്, വെറുതെ അമ്മ പാടിയാ മതിയല്ലേ. ഇപ്പൊ ആയി ഞാൻ കൊറേ നേരം കൊണ്ട്. അതെങ്ങനെ ഭയങ്കര പണിയായി. വയ്യ ഗൈസ്, കുറെ നേരം കൊണ്ട് ചാടണം ഗൈസ്. കൊള്ളൂലാത്ത ഗെയിം തന്നെ ഗൈസ്. അങ്ങനെ പറയുന്നില്ല, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, പക്ഷെ പ്രാന്താവുന്നുണ്ട്. ഇതൊന്നുമില്ലേ, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി നമുക്ക് മൂവ്മെന്റ് ചെയ്യാം.
അങ്ങോട്ടും പോവാൻ പറ്റൂല. അതെന്ത് കളി? അവന്റെ പാർട്ടിക്കലായിട്ട് കണ്ട. ഇനിയിപ്പോ മറ്റേ 2 റൗണ്ട് പറഞ്ഞില്ല, അത് 2-ലായിരിക്കും. പിന്നെ പെടാൻ പോണതല്ലേ ഈ കുഞ്ഞു റൗണ്ട് കളിക്കാൻ ഇത്രയും പാട്. അപ്പൊ ആ റൗണ്ടൊക്കെ എത്തുമ്പോൾ ഞാൻ കന്ന് ഡിസ്കോ ഡാൻസ് കളിക്കും. മൊബൈലിലാണെങ്കിൽ പിന്നെയും കളിക്കാൻ പറ്റുമെന്ന് പറയാം നമുക്ക്. ഗൈസ് ചാടാൻ പറ്റുന്നില്ല. വലുതായിട്ടും ചാടാൻ പറ്റൂല ആ സമയത്ത്. അപ്പൊ മാക്സിമം മണ്ടയിലോട്ട് പോയാൽ തന്നെ നിൽക്കണം. നടിക്കൂടെ തന്നെ പോണം ഗൈസ്. ഗൈസ് എനിക്ക് വയ്യ സത്യം പറയാൻ എനിക്ക് വയ്യ. ഞാൻ ഇത് ആട് കഴിഞ്ഞിട്ട് ഞാൻ ഇത് തീർക്കട്ട. അല്ലെങ്കിൽ നോക്കട്ടെ ഈ റൗണ്ട് കളിക്കാൻ പറ്റുമോന്ന്. ഈ വീഡിയോ ലെങ്തി ആണെന്ന് തോന്നുന്നു. അപ്പൊ പറഞ്ഞ ഒരു കാര്യം ചെയ്യാണ്ട് എനിക്ക് ഇതിന്റെ പരിപാടി അറിയണ്ടേ നമുക്ക് അധികം. നല്ല ബാക്ക് മൂവ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാണിച്ചു തരാം എങ്ങനെ. ഓക്കെ ചേട്ടൻ ആദ്യം ഇതേപോലെ ചെറുതാവും. കണ്ടോ ഇതിന്റെ ഫിലിം കണ്ടോ? ചെറുതാവും. അപ്പം ഇതങ്ങോട്ട് നീങ്ങി ഫുള്ളല്ല ഇത്രയും ബാക്കി വരും. പഠിച്ചു വെച്ചോ. അപ്പം ഗെയിം എത്രയുള്ളൂ? അടുത്ത എപ്പിസോഡ് കാണാം. ബൈ ബൈ.